എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ചിരി ആഘോഷമാക്കിയ ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. നമസ്കാരം. ഭീമ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സിനിമാ ചിരിമയുടെ വേദിയിലെത്തുന്നത് മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ജയസൂര്യ. വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും സിനിമാ ചിരിമയുടെ വേദിയിൽ വന്നു. ഇന്നെന്താണ് മുണ്ടൊക്കെ ആയിട്ട് ബ്ലാക്ക്, നല്ല രസമുണ്ട്. എന്തായാലും അതിനാണ് ഇത്ര ഇറക്കം. സാറിന് ഈ മുണ്ട് വളരെ റിസ്ക്കാണ്. ഞാൻ പണ്ട് മുണ്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. മിമിക്രി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പാൻ്റ് ആക്കിയത്. അത് ഓടാൻ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മറ്റേ മടക്കി കുത്തി ഓടാം. അതല്ല, ഈ മുണ്ട് നമുക്ക് പല അഭ്യാസങ്ങൾ, ഇപ്പം ഞാനെല്ലാവരും കൂടി ഇരുമ്പ് മനുഷ്യൻ അങ്ങനെയൊക്കെയുള്ള അതൊന്നും മുണ്ടിന് പറ്റില്ല. പക്ഷെ ഞാൻ മിമിക്രി സ്റ്റേജ് ചെയ്യുമ്പോൾ മാത്രമേ പാൻറ് ഇടുകയുള്ളായിരുന്നു. ഞാൻ BA ക്കൊക്കെ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു. പിന്നീടാണ് പതുക്കെ പാൻറ്റിലേക്ക് മാറിയത്. പക്ഷെ മുണ്ടൊരു കംഫർട്ടബിൾ സുഖമുള്ള ഡ്രസ്സാണ്. പക്ഷെ മടക്കി കുത്തുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഒരിക്കലും മടക്കി കുത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും അഴിച്ചിട്ടുണ്ട് കിടക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ജുബ്ബ ഉണ്ടെങ്കിൽ ആർക്കും മുണ്ടിൻ്റെ ആവശ്യമില്ല. അഴിഞ്ഞു പോയാലും വലിയ കുഴപ്പമില്ല. ഇത് ഏതെങ്കിലും പടത്തിലിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ലോങ് കോസ്റ്റ്യൂം? 101 വെഡിങ്സിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് ഡാൻസ് മാസ്റ്റർ ആയതുകൊണ്ട് അതിൻ്റെ അകത്തൊരു കളറും പിന്നെ ഒരു ഇങ്ങനെ കൃഷ്ണൻ പിന്നെ ഒരു സ്ത്രീ കുടവും കൊണ്ടുപോകുന്നു അങ്ങനത്തെ ഒക്കെ രൂപമുള്ള ഇതായിരുന്നു. അത് വൈഫ് തന്നെ ഡിസൈൻ ചെയ്തതാണ്. പ്രിന്റഡ് അല്ലേ? നല്ല രസമായിരുന്നു. പക്ഷേ ഇത് വൈഫിൻ്റെ അല്ല കേട്ടോ, ഇതെൻ്റെ. എന്തായാലും ഇന്ന് ജയസൂര്യ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജയസൂര്യയുടെ 2 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ 2 കലാകാരന്മാരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഒന്ന് ഏലൂർ ജോർജും നാദിർ ഷയും. ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നല്ലോ. അത് 87 കാലഘട്ടം. 87 അല്ല, അതിന് മുൻപാണ്. 82 തുടങ്ങിയാണത്. 82-ൽ ഞങ്ങൾ കലാഭവനിലും എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. സ്വാതന്ത്ര്യം കിട്ടിയത് അല്ല, ആ കാലഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ അരിശ്രീ തുടങ്ങിയപ്പോഴുണ്ടായിരുന്നു. തുടങ്ങിയപ്പോഴില്ലേ? തുടങ്ങിയപ്പോൾ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ കൊച്ചു പയ്യനാണ്. സിദ്ദിഖ് ലാൽ, അശോകൻ, പിന്നെ കോട്ടയം ജോസഫ്, പിന്നെ ഞാൻ. അങ്ങനത്തെ ഒരു ഗോകുൽ മേനോന് പോയിട്ടാണോ വന്നത്? അല്ലല്ല, ഞാൻ വരുന്നത് സിദ്ദിഖ് ലാലിൻ്റെ ഒരു ഗ്യാപ്പ് വന്നവിടെ. കാരണം മറ്റേ ഈ വാച്ചിക്കട കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്ന ഒരു അപ്പോൾ 2 പേരുടെ വേക്കൻസി വന്നു. അങ്ങനെയാണ് ഞാനും ഹാരിസിലേക്ക് വരുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒന്നിച്ച് അല്ലേ എത്ര 2 വർഷം പിന്നെയും ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴും സമയത്തൊക്കെ വരുമായിരുന്നു. നാഷിഖാനൊക്കെ സീനിയർ ആണ് അല്ലേ? ജോർജാണ് എന്നെ മിമിക്രി കൊണ്ടുവന്നത്. അതൊരു നിമിത്തം ആയിന്ന് മാത്രമേ ഞാൻ റിഹേഴ്സലുമായിട്ട് ജോർജും രമേശും കൂടി ഒരു മിമിക്രി പ്രാക്ടീസ് സാനിസ്ഥാന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവരുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് മ്യൂസിക് ചെയ്യേണ്ടിയിരുന്നു അവിടെ. അന്നൊക്കെ റേഡിയോ ഐറ്റംസ്. ജോർജിന്റെ തബല ഉപയോഗിക്കണം. ജോർജിന് ഒരു പ്രസിദ്ധമായിട്ടുള്ള തബല, ജോർജിന്റെ അണ്ണാക്കിൽ തബലയായിട്ട് ജനിച്ചൊരു മനുഷ്യൻ. അത് മാത്രമല്ല, റേഡിയോ ഓൺ ചെയ്യണമെന്ന് ആ സംഭവമല്ല, അത് രമേശാണ് എടുത്തിരുന്നത്. അപ്പൊ രമേശിനോട് നാദിഷ്ട കറക്ഷൻ നടത്തി. അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് നമ്മൾ നാദിഷ്ട മ്യൂസിക് സെൻസറിലുണ്ട്. അപ്പോൾ അതൊന്ന് കറക്ഷൻ നടത്തിയപ്പോൾ ഞങ്ങൾ കൊള്ളാലത്. എൻ്റെ അടുത്ത് വെച്ച് ഇത് ഞങ്ങളുടെ കൂടെ മിമിക്രിക്ക് വരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മിമിക്രിക്ക്. അപ്പോൾ ഗാനമേളയുടെ അടുക്ക് നമ്മൾ ഗാനമേളയ്ക്ക് പാടുന്ന ആൾ. അതിനിടയിൽ 2 മിമിക്രിക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ അവരെ മിമിക്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വെച്ച് തനിക്ക് മിമിക്രിയിൽ ഞങ്ങളുടെ കൂടെ ഐറ്റത്തിന് കയറാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐറ്റത്തിന് കയറാം, പക്ഷേ അത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ഇട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഗാനമേളക്ക് കിട്ടുന്നതിനേക്കാളും കാശ് തരാം മിമിക്രിക്ക് വന്നാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അട്രാക്ഷൻ. അങ്ങനെ ഇവർ 2 പേരും കൂടി വലിച്ച് എന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുപോയി. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ചലച്ചിത്രാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കസ്തൂരി മാൻ ആ പാട്ടാണ് അന്നത്തെ സൂപ്പർ ഹിറ്റ്. അതും ഫീമെയിൽ വോയിസിൽ രമേശ് പാടുന്നു. അത് പിച്ചൊന്നും ശരിയാണെന്ന് തോന്നിയപ്പോൾ അത്
കറക്ഷൻ നടത്തി നാശ. അങ്ങനെയാണ് നാശ പാട്ട് പാടാനും പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ചെയ്താൽ മതി. സൈഡിൽ നിന്ന് പറഞ്ഞു നാശക്ക് ഇത് കേട്ടപ്പോൾ പേടിയാണ്. സ്റ്റേജിൽ മിമിക്രി ഞാനില്ല, ഭയങ്കര പേടിയാണ് നാശക്ക്. പാട്ട് പാടും പക്ഷെ മിമിക്രിക്ക് നല്ലതാണ്. വേണ്ട സൈഡിൽ മേക്കരാന്ന് പറഞ്ഞു. അങ്ങനെ സൈഡിൽ നിർത്തിയിട്ടാണ് ഫസ്റ്റൊക്കെ. പിന്നെ കയറി കയറി വരെയല്ലേ സ്റ്റേജിൽ നാശം ഇങ്ങനെയൊക്കെ നിൽക്കണത്. അപ്പൊ ഞങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിന്നാ നാശം മിമിക്രി നടത്തിയെന്ന് ആദ്യമൊക്കെ ഞങ്ങൾ നേരൊക്കെ ഓഡിയൻസ് കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ശരിക്കും പറയാനുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ പൊക്കിപ്പോൾ ശരിക്കും കർട്ടൻ ഫസ്റ്റ് മ്യൂസിക് വായുകൊണ്ടൊക്കെ ചെയ്ത് ഫസ്റ്റ് കർട്ടൻ പൊങ്ങാണ്. പൊങ്ങുമ്പോൾ ശരി എൻ്റെ മുഖത്തൊരു അങ്കലാപ്പ് കണ്ടിട്ട് അത് ആൾക്കാർക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു തോന്നുന്നു. അത് ഇവരെ രമേശിന്റെ അച്ഛന്റെ ജുബയാണ് എനിക്ക് കൊണ്ടുവന്നത്. അവര് ഇതിനേക്കാളും കൂടുതലുണ്ട്. മിമിക്രിക്കാരുടെ ശരിക്കും അന്നത്തെ യൂണിഫോം ആണല്ലോ ജുബ. എനിക്ക് ജുബ മേടിക്കാനൊന്നും പറ്റാതെ തന്നെ രമേശിന്റെ അച്ഛന്റെ ജുബ കൊണ്ടുവന്നിട്ട് എന്നെ ഇവർ ഇടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ കണ്ണാടി കാണിച്ചില്ലേ ഇവര്. എന്നെ കണ്ണാടി കാണിക്കാണ്ട് കൊണ്ടുപോയി സ്റ്റേജിൽ ഞങ്ങൾ രണ്ടും ചിരിച്ചു. അപ്പൊ എന്നോട് രമേശ് പറഞ്ഞു ചിരിക്കല ചിരിച്ച അവനെ ഊരിക്കളയും. അപ്പോൾ ഞാൻ ചിരിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് സ്റ്റേജിൽ ഞങ്ങൾ ചിരിയാണ്. എന്റെ കോലം കണ്ടിട്ടാണ് ഫസ്റ്റ് ഓഡിയൻസ് ചിരിച്ചത്. പക്ഷെ ആ ചിരി എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ള. ജോർജൻ കുറേ വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ് കേട്ടോ. എന്തിനും തമാശ കണ്ടെത്തുന്ന ആളാണ്. സദസ്സിൽ ചെന്നിരുന്ന ഞാൻ ജോർജ് ഏട്ടൻ്റെ കോമഡികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ജോർജാണ് അല്ലേ മിമിക്രിക്കാരൻ ഒരു സ്റ്റാർ ഷോയ്ക്ക് ആദ്യമായിട്ട് പോകുന്നത് 87 അല്ലേ? ഗൾഫ് പരിപാടിക്ക് അത് 87-ലാണത്. അന്ന് എന്നിട്ടുണ്ടായിരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഗൾഫ് പരിപാടി, വിദേശ പരിപാടി ആദ്യത്തെ. അന്ന് എന്നിട്ടുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഫസ്റ്റ് പോകണം ഗൾഫിൽ. സ്റ്റേജ് ഷോ, വലിയ ഷോ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഗൾഫ് പരിപാടി എന്നിട്ട് മമ്മൂക്ക, ശ്രീനിവാസൻ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, അശോകൻ, കലാരഞ്ജനി, കൽപ്പന, കാർത്തിക, കൊച്ചിൻ ഇബ്രാഹിം, ജെൻസി, ഇത്രയും പേരുള്ളൂ മിമിക്രി ആർട്ടിസ്റ്റായിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് വലിയൊരു സംഭവം നടന്നു. അതിപ്പോൾ ഇന്ന് വരെ ഞാൻ ഒരു സ്റ്റേജിലും പറഞ്ഞിട്ടില്ല അത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം, ഓഡിയൻസ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൽ മമ്മൂക്കയുടെ ഇൻട്രഷനെല്ലാം ഇൻട്രൊഡ്യൂസിങ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഇതായിട്ട് നിന്ന് മമ്മൂക്കയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കലാരഞ്ജിനി, കൽപ്പനയുടെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി എല്ലാ ആർട്ടിസ്റ്റുകളെയും കളിയാക്കണേണ് എല്ലാവരും. ആ സ്കിറ്റ് അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഒന്നും മനസ്സിലാകുന്നില്ല. ബഹളം എന്ന് വെച്ചാൽ ഭയങ്കര ബഹളം നാട് മൂത്തിട്ട് സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. അവർ മൈക്ക് കീപ്പ് ചെയ്യാണ്ട് ഇത്ര അകലെ നിന്നിട്ട് കളിച്ചിട്ട് കർട്ടൻ ഇട്ടെന്ന് വെച്ചാൽ കർട്ടൻ ഇടേണ്ടി വന്നു. ഭയങ്കര ബഹളമായിട്ട് ഓഡിയൻസിൽ മറ്റേ സംഘാടകരൊക്കെ ഓടി സ്റ്റേജിൽ കയറി മമ്മൂക്ക പുറയുന്ന ഭയങ്കര എല്ലാവരും ചീത്ത വിളിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുക. എന്ത് ചെയ്യും ഇനി? ഫസ്റ്റ് 10-13 ഷോ ആയിട്ട് ചെയ്യണം ഒരു മാസം. ഫസ്റ്റ് ഷോ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കർട്ടൻ ഇട്ടൊക്കെയാണ്. ശ്രീനേട്ടൻ എന്നോട് ചോദിച്ച് മിമിക്രി അനൗൺസ് ചെയ്യട്ടെ എന്നോട്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഈ പുലികളുടെ പറ്റാത്തത് ഞാനവിടെ നിന്ന് വിറക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ശ്രീനേട്ടൻ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ശ്രീനേട്ടൻ വന്നിട്ട് കർട്ടൻ ഇട്ടേക്കണ്ട, സിനിമാ താരമല്ലാത്ത ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ജോർജിൻ്റെ മിമിക്രി ആണ് ഇനി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൂക്ക്. മിമിക്രി സിനിമാ താരമല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമാ താരമൊന്നും അല്ല. ഓക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ കയറിയിട്ട് ഒരു സൈറൻ കർട്ടൻ പൊങ്ങിയിട്ടില്ല. കർട്ടൻകാരനോടൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് ഇന്നമാരൊക്കെ ചെയ്യണമെന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. സൈറനാണ് അന്ന് ഹരിസിലൊക്കെ ഒരു സൈറനാണ് കണ്ടു. സൈറൻ ഇട്ടപ്പോൾ ഭയങ്കര സൈലൻറ്റ്, സൈറൻ കേട്ടില്ല. പെട്ടെന്ന് കർട്ടൻ ഇങ്ങനെ പൊങ്ങിയപ്പോൾ എന്നെ കണ്ട് ഞാനൊരു ജുബിട്ട് കഴിക്കണം. ഭയങ്കര ബഹളം, ഇറങ്ങി പോടാ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു മലയാള മണ്ണിൻ്റെ പേരിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേട്ടപ്പോൾ ഇതവരുന്ന ഓഡിയൻസിൽ നിന്ന് കൈയടിച്ച് എന്നാലും ഇതെന്തെന്ന് കാണിക്കണമായിരുന്നു. പിന്നെ അവർ ഓഡിയൻസിൽ നിന്ന് കൈയ്യെടുക്കണ്ടേ, അതിന് വേണ്ടി ഞാനൊരു ചെറിയൊരു സാഹിത്യം അവർ വിളമ്പി. വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ട് വിദേശത്തേക്ക് വന്ന ഓരോ മലയാളിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പിടി ഓർമ്മകളുണ്ട്. ഒരിക്കലും മരിക്കാത്ത ഒരു പിടി ഓർമ്മകൾ. ആ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകകാന്തിയിൽ മുങ്ങിമുങ്ങി എന്ന് ചങ്ങമ്പുഴ പാടിപ്പുകഴ്ത്തിയ നമ്മുടെ ആ കൊച്ചു കേരളം, 1000 കാതം അകലെയുള്ള ആ കൊച്ചു കേരളത്തിലെ ഒരു സുപ്രഭാതം. കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ട കമലാകാന്താസ്ത്രൈലോക്യം മംഗളം കുരു ഉത്തിഷ്ടോ ഉത്തിഷ്ട ഗോവിന്ദ ഉത്തിഷ്ട ഗരുഡധ്വജ ഉത്തിഷ്ട കമലാകാന്താസ്ത്രൈലോക്യം മംഗളം കുരു
തകതിത്തകതാതകചേതകതം തകതിത്തകതാതകചേതകതം. അപ്പോൾ ഇതേപോലെ തന്നെ ഓഡിയൻസ് കൈയടിച്ചു. അപ്പോൾ സന്തോഷമായി. പിന്നെ അടുത്ത ഒരു തബലയുടെ ശബ്ദം. തബല തബലയിൽ ഉസ്താദായ സക്കീർ ഹുസൈൻ തബലയിൽ വായിച്ച ഒരു കൃതി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തബല അവതരിപ്പിച്ചത്. ഒന്ന് കേൾക്കാം. പിന്നെ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ പരസ്യങ്ങളും പരസ്യചിത്രങ്ങളും അങ്ങനെ കുറേയൊക്കെ. ലാസ്റ്റത്തെ ഐറ്റം ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാം. ലാസ്റ്റ് അവതരിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ മ്യൂസിക്. Good evening, ladies and gentlemen. താങ്ക് യു. പിന്നെ അതോടുകൂടി കർട്ടൻ പിന്നെ പൊങ്ങി താന്നു. പിന്നെ എല്ലാവരും വന്നു. എല്ലാവരും വന്ന് മമ്മൂക്കയും പറഞ്ഞു താനാട് പരിപാടി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര എല്ലാവരും വന്ന്. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു മൈക്ക് കീപ്പ് ചെയ്താൽ മതി, മൈക്കിന് യാതൊരു പ്രശ്നമില്ല, മൈക്കിനോട് അടുത്ത് നിൽക്കണം, അതുകൊണ്ടാണ് പ്രശ്നം, മൈക്കിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ അങ്ങനെ കർട്ടൻ പൊങ്ങി അടുത്ത പരിപാടികൾ തുടങ്ങി. ഞാൻ വിജയമായിരുന്നു പരിപാടി. വലിയ സക്സസ് ആയ പ്രോഗ്രാം, വളരെ സക്സസ് ആയിരുന്നു. ശരിക്കും നമുക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. മിമിക്രിക്കാരാണ് ശരിക്കും മൈക്ക് കൊണ്ടുപോയിട്ട് വായിൽ അങ്ങേ അറ്റത്ത് വരെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിട്ട്. സാധാരണ ഇതിൽ മൈക്ക് സിസ്റ്റക്കാർ പറയും ഈ നമ്മൾ ഗാനങ്ങൾക്ക് പോകുമ്പോഴേ മിമിക്രിക്ക് ഏത് മൈക്ക് ഉപയോഗിക്കണം എന്ന് വെച്ചിട്ട് ഏറ്റവും മോശം മൈക്ക് എടുത്തിട്ട് മിമിക്രി. കാരണം അവന്മാർ കംപ്ലീറ്റ് തുപ്പി അതിലേക്ക് അതിന്ന് ഒരു സത്യം വേറൊന്നുമല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ പ്രോഗ്രാം ഇങ്ങനെ ആകുമെന്നും അതിനകത്ത് മിമിക്രി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിമിക്രിയിലൂടെ ആ പരിപാടി പിക്കപ്പ് ചെയ്ത് വരാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാനത് നിമിത്തം മാത്രമേ എന്നുള്ളൂ ശരിക്കും, അല്ലേ? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റി. ആ ദൈവത്തോട് നന്ദി പറയണം. ഇപ്പോൾ ജോർജ് ഇപ്പോൾ കുറേ സിനിമകളിൽ അഭിനയിച്ചു അല്ലേ? കൊണ്ടുവന്നു. എത്ര സിനിമകളിൽ അഭിനയിച്ചു? 10-25ഓളം സിനിമകൾ. അതിപ്പോൾ ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് ഹോട്ടൽ കാലിഫോർണിയ. അതും ഒരു സംഭവം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഓളം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ജോർജ് അഭിനയിച്ച് കഴിയുമ്പോൾ അവർ ഡയറക്ടർ എടുത്ത് വെക്കും തനിക്ക് വല്ല ഓളം ഉണ്ടായിരുന്നു. അങ്ങനെ ഓളം റിമാസ്റ്ററിലുണ്ടായിരുന്നു. കല്യാണരാമൻ തുടങ്ങി കുറേ പടങ്ങൾ. ഹോട്ടൽ കാലിഫോർണിയ അത് യാദൃശ്യമായിട്ട് നടന്ന സംഭവമാണ്. അതായത് എറണാകുളത്തൊരു ചാനലിൽ ഒരു മെഗാ ഷോയിൻ്റെ റിഹേഴ്സൽ സ്ഥലത്ത് ഞാൻ രാവിലെ വരുമ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്നത്. വരുമ്പോൾ കാണണം അവിടെ കംപ്ലീറ്റ് പോലീസുകാരും ബഹളങ്ങളും. ഞാൻ വിചാരിച്ചു അല്ല പഴയ കേസിൻ്റെ ഇല്ല, 4 ദിവസം കൂടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഓടല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, ചാനലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കണം, അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഷൂട്ടിംഗ് ആണെന്നത്. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലിനകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയസൂര്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി വരുന്നു. ജയനെ കണ്ട് സംസാരിച്ച് ജയനോട് നമ്മൾ സ്റ്റുഡിയോയിൽ എല്ലാവരും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് കയറി വരാൻ പറഞ്ഞു. ജയൻ വന്ന് എല്ലാവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ ജയനോട് പറഞ്ഞു, ജയ നമ്മളെയൊക്കെ ഒന്ന് വിളിക്കട്ടോ എന്തെങ്കിലും സംഭവത്തിന്, വെറുതെ കാഷ്വൽ ടോക്കായിട്ട് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വിളിക്കാം ജോർജ് ചേട്ടാ,
ഇവരുടെ നമ്പർ നോക്കിയപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടല്ലോ കയ്യിലുണ്ടല്ലോ അത് വിളിക്കാട്ടാന്ന് പറഞ്ഞു. അത് ഞാൻ ഓക്കെ, ഞാൻ വിചാരിച്ച് വെറുതെ പറഞ്ഞേ, സാധാരണ എന്തോരം പേരങ്ങനെ വെറുതെ ഫോൺ നമ്പറൊക്കെ മേടിക്കും, ആരും അങ്ങനെ വിളിക്കാറൊന്നുമില്ല. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വരികയാണ്. നോക്കിയപ്പോൾ ജയസൂര്യ. എന്ത് ചെയ്യാം ഇവരേട്ടാ ഒന്ന് താഴത്തേക്ക് വരുമോ? ഏതേ വരുന്നത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ചെന്നപ്പോഴും ജയൻ എല്ലാവരും പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞ് ഇതിനകത്ത് ജോർജ് ചേട്ടനൊരു സംഭവം ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്നാ ഇത്ര പെട്ടെന്നൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചും കൂടി ഇല്ല. അപ്പോൾ ജയൻ പറഞ്ഞു ഞങ്ങൾ ന്യൂ ജനറേഷൻ അങ്ങനെയാണ്, പെട്ടെന്നാണ് കാര്യങ്ങൾ. അല്ല വേറെ ജയന് ഇനി അടുത്ത ഒരു ചോദ്യത്തിന് നേരത്തെ എൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാഷിക എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരവൊന്നും പറയുന്നുള്ളതിന് ഉത്തരം കിട്ടിയ ജയം പറയില്ല. ഇപ്പൊ ജയം പറയുകയാണെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ ഞാൻ എന്നെ വിളിക്കില്ലല്ലോ അല്ലേ? 3 മിനിറ്റ് കറക്റ്റ് 3 മിനിറ്റ് ഇറങ്ങി ചെന്ന് അപ്പം തന്നെ വിളിച്ചു. തീർച്ചയായിട്ടും നല്ല അല്ലേ, നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റും. അത് ജോർജ് ചേട്ടൻ ചോദിച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ആരും ചോദിക്കുന്നില്ല അവസരം, നമുക്ക് നമ്മളിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോർജ് ചേട്ടൻ ചോദിച്ചു തുടങ്ങി, ഇനി ജോർജ് ചേട്ടൻ തിരക്കായി തുടങ്ങും. എന്നോട് പറയുകയും ചെയ്തു തന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട്. പിന്നെ അത് ആ പടം കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പറഞ്ഞു ഒരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ്. ജോർജ് ചേട്ടാ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലേ ആവശ്യപ്പെടുക, അല്ല അറിയില്ല നമുക്ക്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞത് പോലെയാണ്. നമ്മൾ പലപ്പോഴും ഓർക്കില്ല, അതാണ് സംഭവം. ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശല്യമാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഒരുപാട് കരഞ്ഞാലും കുഞ്ഞെ പാലില്ല, വല്ല അസുഖമാണെന്ന് പറയും. ഹോസ്പിറ്റലിൽ കൊണ്ടാ പറയും. ഇപ്പോൾ സിനിമയിൽ ഒരുപാട് പേര്, ഇപ്പോൾ ജോർജിനോടൊപ്പം ഉണ്ടായിരുന്നവരും ജോർജിന് ശേഷം വന്നവരൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം നാട്ടുകാർ എന്താണ് നീ പോയി രക്ഷപ്പെടാത്തത്, അതാണ് എല്ലാ മിമിക്രി കലാകാരന്മാർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയ. ഇതേമാതിരി സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് എറണാകുളത്തൊരു ചാനലിലേക്ക് ഞാനൊരു ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്നു. രാവിലെ 8 മണിക്ക് അവിടെ എത്തണം. 7:30 ആയപ്പോഴേക്കും ഞാൻ മഞ്ഞമ്മ കവലയിൽ വരെയാണ് വണ്ടിക്ക്. മാരുതി 800 കാറാണ്, സ്വന്തം കാർ ഓടിച്ചിട്ട് തന്നെ. ആ ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജംഗ്ഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ നിൽക്കണത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ കൂടെ പഠിച്ച കൂട്ടുകാരനാണല്ലോ. വണ്ടി അത്ര നേരിട്ട് ഞാൻ റിവേഴ്സിൽ വന്നു. റിവേഴ്സ് വന്നിട്ട് എടാ എവിടെ പോകണം? ഞാൻ എറണാകുളത്തേക്ക്, നീ എങ്ങോട്ട് പോകണം? ഞാൻ എറണാകുളത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാൻ കയറ്റി നിർത്തി. സെക്കൻഡ് ഇയറിൽ കാരണം ജോർജ് ചേട്ടൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യമില്ല. കാരണം പുള്ളി ഇപ്പോഴും സ്കൂട്ടറിലാണ്, കൂടെ പഠിച്ച ബസ് കാത്തിക്കണ്. ജോർജ് ചേട്ടൻ കാറൊക്കെ ആയി. മനസ്സിലുണ്ട് ജോർജിന് കയറി കഴിയുമ്പോ തന്നെ എടാ നീ അങ്ങനെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ അവൻ ചോദിക്കും. ഫസ്റ്റ് ഇയറിലിട്ട് സെക്കൻഡ് ഇയറിലൊക്കെ ഇട്ടപ്പോൾ തന്നെ ഇവൻ്റെ ചോദ്യം എടാ നീ മാത്രം നടാ രക്ഷപ്പെടാത്തേന്ന്. ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദിലീപ്, നാദൃഷ ഇവരൊക്കെ രക്ഷപ്പെട്ടുമല്ല, നീ മാത്രം ഇപ്പോഴും മിമിക്രി കളിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ സംസാരം. അപ്പോൾ നീ എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ പത്മ അവിടെ നിന്ന് പറഞ്ഞും പോയി. ഞാൻ അങ്ങോട്ട് എറണാകുളത്തെ അറ്റം പേരുണ്ടെന്നും പറഞ്ഞും പോയി. അല്ലെങ്കിൽ ഇടയ്ക്കിറക്കി വിടാറുണ്ട് എന്തെങ്കിലും നുണയും പറയാൻ. ഇവനിങ്ങ് കേട്ട് പിന്നെ മലയാള സിനിമയിലുള്ള സകലരെ പറ്റി ഇവൻ അറിയണം. അതൊക്കെ എല്ലാം പറഞ്ഞ് അവൻ്റെ സ്ഥലമെത്തിയപ്പോൾ ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ നീ രക്ഷപ്പെടാം. അവൻ ഇറങ്ങി. ഞാൻ നീ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ നീ എന്താ രക്ഷപ്പെടാത്തുന്നു, നീ എന്നാ രക്ഷപ്പെടണമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ രക്ഷപ്പെടാ. അവനങ്ങോട്ട് ഇറങ്ങിയ ഇപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിനുശേഷം കൂടെ പഠിച്ചവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും അറിയാത്തവരോ പഠിച്ചിട്ടുമില്ല. ജോർജിന്റെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഏലൂരൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ചെന്നപ്പോൾ വിഷുവിന് പടക്കം പൊട്ടിക്കണം അവിടെ. അപ്പം ഈ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഡി വലിച്ചിട്ട് ഇങ്ങനെ അവിടെ പെണ്ണുങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒന്നിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ലേഡീസ് കൂടുതൽ കാണാനുണ്ടെന്നുള്ളതിൽ പുള്ളി ബീഡി വലിച്ചിട്ട് അവിടുന്ന് മാലപ്പടക്കത്തിലൊക്കെ തീ വെളുത്ത് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഷൈൻ ചെയ്ത്. അപ്പോഴേക്കും പെണ്ണുങ്ങളും അയ്യോ ദൈവമേ എന്തേ കാണിക്കുന്നത്, എന്തൊരു ധൈര്യം പുള്ളിക്കപ്പോൾ കൂടുതലായി ഒരു ബീഡി ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവസാനം പടക്കം തീർന്നിട്ട് ഗുണ്ട് വന്നപ്പോൾ പുള്ളി പതുക്കെ ബീഡി ഇങ്ങനെ നോക്കിയിട്ട് ബീഡി ഉപേക്ഷിച്ച് ഒരു ചന്ദനത്തിരി ഇട്ടു. അപ്പോൾ ജോർജ് വെച്ച് എന്തിനാണ്? ചന്ദനത്തിരി കത്തിച്ചിട്ട് ചന്ദനത്തിരിയുമ്പോൾ നമുക്ക് ഗുണ്ട് പൊട്ടിക്കാം. അപ്പോൾ ജോർജ് എന്നിട്ട് ആ ചന്ദനത്തിരി തന്നെ തലക്കുമ്പാത്ത് കത്തിച്ചു. ഞാൻ ഓടിക്കളഞ്ഞു.
ആ ചന്ദനത്തിരി കിടത്തണ്ട, അത് എന്നെ തലക്കുമ്പോഴത്തും കത്തിച്ചു നോക്കാം. അതിപ്പോൾ ഈ ഹരിശ്രീയിൽ പ്രോഗ്രാമിന് പോകുന്ന കാലത്ത് തുടങ്ങിയുള്ള ഈ കൗണ്ടറുകളൊക്കെ കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടായത് സിദ്ദിഖ് ലാലിൻ്റെ കൗണ്ടറുകളാണ്. ശരിക്കും ആ വണ്ടിയിൽ പോകുമ്പോൾ അല്ലേ എല്ലാ ദിവസവും പോകുമ്പോൾ കൗണ്ടറുകളുടെ അയ്യേറ് കളിയാണ് അത്. നമുക്ക് അപ്പം നമുക്ക് കേട്ട് മുല്ലപ്പൂ മുടിയായിട്ട് കിടക്കും കല്ലിന് മുണ്ട സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് കേൾക്കണില്ലെന്നും. അത് ശരിക്കും എനിക്കൊരു എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് സിദ്ദിഖ് ലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ കൗണ്ടറൊക്കെ ഞാൻ കുറേ അടിക്കാൻ തുടങ്ങിയത് അങ്ങനെ കേട്ടാണ്. ഒരു സ്ഥലത്ത് ഞങ്ങൾ പരിപാടിക്ക് പോകുന്നു, ഹരിശ്രീയുടെ പരിപാടി 6 മണിക്ക് അവിടെ എത്തണം. ഹരിശ്രീയുടെ പരിപാടി NF വർഗീസ് നമ്മുടെ ടീമുണ്ട്, സിദ്ദിഖ് എല്ലാവരും ഉണ്ട്. ഞാൻ ലാല്, അശോകൻ, NF വർഗീസ്, ജോർജ്, കോട്ടയം ജോസഫ് ഇത്രയും പേര് വേണം. ടൈം ഡിലേ ആണ്, ഭയങ്കര എല്ലാവരും ടെൻഷൻ അടിച്ച് ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്. ഒരു 6:30 അവിടെ അമ്പലം എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോൾ ചവിട്ടി വഴി ചോദിക്കുന്നു പറഞ്ഞാലുണ്ട്. എന്നോട് ചവിട്ടിയിട്ട് അവിടെ വഴി ചോദിച്ചു, ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെയാണ്? 5 കിലോമീറ്റർ. അപ്പോൾ ലാലേട്ടൻ വല്ലതും കുറയുമോ? ലോകത്ത് ആരെങ്കിലും ചോദിക്കുമോ വല്ലതും കുറയുമോന്ന്? അപ്പോൾ സിദ്ദിഖ് അപ്പം തന്നെ 2 കിലോമീറ്റർ ചെന്നിട്ട് ചോദിക്കാം അപ്പം എന്തെങ്കിലും കുറയുമെന്ന്. അങ്ങനത്തെ കൗണ്ടറുകൾ ആലോചിച്ച് നമ്മൾ ചിന്തിക്കേ കൂടിയില്ല. വഴി ചോദിച്ചിട്ട് അതിന്ന് വല്ലതും കുറയുമോന്ന് ആരെങ്കിലും ചോദിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞെങ്കിൽ അതൊക്കെ വന്നിട്ട് ഞാൻ നാദിഷിനോടൊക്കെ പറയാൻ തുടങ്ങിയത്. കൗണ്ടറുകൾ ഇങ്ങനെ അങ്ങനെ നാദിഷം എനിക്കിട്ട് കൗണ്ടർ അങ്ങനെ അല്ലേ നമ്മളെന്തോരം കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രയിലൊക്കെ ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൗണ്ടറുകളുടെ ബഹളം പറഞ്ഞു. ഈ തമാശ അതായത് ബോറിംഗ് ആണല്ലോ, നമ്മുടെ യാത്രയിലുള്ള ബോറിംഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരം തമാശകൾ പറയുന്നത്. പിന്നെ ഇന്ന് പറഞ്ഞപ്പോൾ ജോർജിന്റെ ഫാദറിന് എന്തോ നാഷണൽ അവാർഡ് കിട്ടി, രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയത് ഉദ്യോഗപത്രി അവാർഡാണ്. ഇല്ലില്ല, ഈ ശ്രമവീർ നാഷണൽ അവാർഡ്. അത് ഈ മിഷൻസ് കണ്ടുപിടിച്ചത് ഫെസിലിറ്റി കമ്പനിയിൽ ഒരു വൈൻഡിങ് മിഷൻ. അന്ന് വരെ വൈൻഡ് ചെയ്യാനായിട്ടുള്ള കോയിൽ കൈകൊണ്ട് ചിട്ടാണ് ചെയ്തിരുന്നത്. എല്ലാം കുറേ സ്റ്റാഫ് ഇന്ന് കൈകൊണ്ട് ചിട്ടണം. ഇത് ആ മിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കോയിൽ ചിറ്റിക്കഴിഞ്ഞാൽ അത് ഓഫാവും, സൈറൻ ഓടിക്കും. അപ്പോൾ ആ കോയിലെടുത്ത് മാറ്റി വെച്ചാൽ മതി, കൈ കൊണ്ടും ചിട്ടുണ്ട. അതിനുശേഷം പിന്നെ വേറൊരു മിഷൻ 1-2 മിഷനും കൂടിയും കണ്ടുപിടിച്ചു. അപ്പോൾ അപ്പച്ചൻ റിട്ടയർഡായി. അത് പിന്നെ അവാർഡിന് അയച്ചില്ല. പക്ഷെ അവിടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അത് അവാർഡ് കൊടുക്കുന്നതായിട്ട്. അവാർഡ് ഈ രാഷ്ട്രപതി മറ്റേ നീലം സഞ്ജീവ് റെഡ്ഡിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഷിയാസ് വീട്ടിൽ വന്നപ്പോൾ ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പോൾ രാഷ്ട്രപതി ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന അപ്പച്ചൻ. അപ്പോൾ ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്താണ് അതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നല്ല രാഷ്ട്രപതിക്കുള്ള അവാർഡ് അപ്പച്ചൻ കൊടുക്കണതാണ്. അങ്ങനെ ഉണ്ടായ സംഭവം. ഇതുപോലെ ഞങ്ങൾ പോകുമ്പോൾ ലാലിൻ്റെ കൗണ്ടർ പറയുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. അയാളെ നമ്മൾ ഫീഡ് ചെയ്തിട്ട് ഒരു സ്വിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അത് ചെയ്ത് തരും, നമുക്ക് ഡ്രസ്സ് ഇട്ട് തരും, ഷൂ ഇട്ട് തരും, എല്ലാം ചെയ്തു തരും, മുടിയൊക്കെ ചെയ്ത് തരും. അങ്ങനെ ഒരു മിഷൻ ഉണ്ടെങ്കിൽ ലാൽ എന്തായാലും ലാൽ ഹാപ്പി ആവുമായിരുന്നു. ആ സ്വിച്ച് ഇടാനൊരു മിഷൻ കിട്ടുമോ? അപ്പോൾ അതുപോലെ സൈനുദ്ദീൻ ഈ ഒരു കാട്ടിൽ മിമിക്രിക്ക് പോകുന്ന സമയത്താണ് അങ്ങനെ ഈ 2 പേരാണല്ലോ കുറേയിൽ 2 മടിയന്മാരാണ്. ലാലും അതെ, സൈനുദ്ദീനും അതെ. അങ്ങനെ എല്ലാ ലൈറ്റും കെടുത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു സ്വിച്ച് ആണ് ഈ ലൈറ്റിൻ്റെ എന്ന് വിചാരിച്ചിട്ട് 2 പേര് പോയി കിടന്നിട്ട് ഈ സ്വിച്ച് ഇടുമ്പോൾ വേറൊരു ലൈറ്റ് കത്തുകയാണ്. അപ്പോൾ ഇത് കിടണില്ല. ആരിത് പോയി അവിടെ പോയി സ്വിച്ച് ഓഫ് ചെയ്യും എന്നുള്ളത്. സാധനം പറഞ്ഞു ഒരു കല്ല് കിട്ടിയിട്ട് എറിഞ്ഞ് പൊട്ടിക്കായിരുന്നു. എഴുന്നേറ്റ് പോയി. അത്ര മടിയന്മാരായിരുന്നു. തെങ്ങ് കയറുന്ന ഒരു മിഷൻ എൻ്റെ ഫാദർ പ്ലാൻ ചെയ്താണ്. അത് കണ്ടുപിടിച്ചാണ് തെങ്ങ് കയറുന്ന മിഷൻ. സമ്മതിച്ച് തെങ്ങ് കയറുന്ന മിഷൻ കണ്ടുപിടിച്ചിട്ട് അതങ്ങനെ തെങ്ങിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി തേങ്ങ എന്ന് എല്ലാം ആഡ് ചെയ്താൽ മതി. കരിക്കുവാണെങ്കിൽ കരിക്ക്, തേങ്ങ ആണെങ്കിൽ തേങ്ങ, കറക്റ്റായിട്ട് എല്ലാം ഇടും. ശരി. അപ്പം പിന്നെ പക്ഷെ ഇത് സംഭവമുണ്ട്. ആ മിഷൻ മുകളിൽ താഴത്തേക്ക് ഇറക്കണമെങ്കിൽ 4 പേര് കയറണമെന്ന്. പിന്നെ അത് കണ്ടുപിടിച്ചിട്ടല്ല അങ്ങനെ അത് മാറ്റി വിഷയം നിങ്ങൾ ഇറങ്ങി പോരൂല. യുഗപരിണാമങ്ങളിലൂടെ പോയകാല പ്രതാപത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ലോകജനതയുടെ നന്മയ്ക്കായി നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ നമുക്കറിവിന്റെ പുതുലോകം തുറന്നുകിട്ടി. മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരെ പ്രണമിച്ചുകൊണ്ട്
നർമ്മത്തിനു വേണ്ടി മാത്രം അവരെ പുനർജനിപ്പിക്കുകയാണിവിടെ. ഒരു ശാസ്ത്രലോകം. ഇത് താനൊരു ശാസ്ത്ര പണ്ഡിതനാണെന്ന് സ്വയം പുകഴ്ത്തുന്ന പ്രൊഫസർ പ്രഹ്ലാദന്റെ പരീക്ഷണശാല. ഞാൻ കണ്ടുപിടിച്ചേ. സാറ് കണ്ടുപിടിച്ചു. എന്റെ ഭഗവാനെ, അങ്ങനെ ശാസ്ത്രലോകത്തിന് വേണ്ടി സാർ ഒരു സാധനമെങ്കിലും കണ്ടുപിടിച്ചല്ലോ. എന്നാ സാധനമാ സാറ് കണ്ടുപിടിച്ചേ? മിസ്റ്റർ അസിസ്റ്റന്റ്, എന്റെ 1.5 വർഷക്കാലത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഞാൻ അത് കണ്ടുപിടിച്ചു. എന്ത്? മോട്ടു മുയലിന് മാളത്തിനെത്താനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. അയ്യേ, അതാണ്. അതിന് 1.5 വർഷമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കൊച്ചിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെറും 1 മിനിറ്റ് കൊണ്ട് വഴി കാണിച്ചു തരും. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് ഊറയിക്കാന്നൊന്ന് ഉച്ചത്തി വിളിക്കണ്ട. എന്താ? പാചകക്കാരൻ ഊറയിക്ക പണി നിർത്തി പോയി. ഇപ്പോ അതെ, വല്ലപ്പോഴും ഒക്കെ ശമ്പളം കൊടുക്കണം. എടാ മരമാക്രി, എന്തോ ഇത് ഊറായിക്ക എന്നല്ല, യൂറേക്ക എന്നാണ് വിളിച്ചു പറഞ്ഞത്. അതെന്നതാ? അത് എന്ത് കണ്ടുപിടിച്ചാലും എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിളിച്ചു പറയുന്ന ഒരു കോഡ് ഭാഷയാണ് അത്. അതെന്തിനാ? ചുമ്മാ ഒരു രസത്തിന്. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. അപ്പൊ ഇത് എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അല്ല സാറേ, സാർ എന്തിനാണ് എപ്പോഴും ഈ കരിക്കട്ടെ നോക്കി പ്രാർത്ഥിക്കുന്നത്? ഇത് കരിക്കട്ടയല്ല, എന്റെ സ്വന്തം അച്ഛനാണ്. സാറിന്റെ അച്ഛൻ കരിക്കട്ടയായിരുന്നു? എടാ മരമാക്രി, അദ്ദേഹവും ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. സൂര്യനിൽ പോകുവാനായി ഒരു അഗ്നി പരീക്ഷണം നടത്തിയതാ. കത്തിക്കരിഞ്ഞുപോയി. അച്ഛോ കരിയച്ചോ. സാറിങ്ങനെ ബാലരമയും വായിച്ചോണ്ട് നടന്നു. വമ്പന്മാരായ ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ പരീക്ഷണശാല സന്ദർശിക്കാനെത്തും. അതിനു മുമ്പ് എന്തെങ്കിലും കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ മാനം പോവേ. ഓ മൈ ഡോഗ്, അതും ശരിയാണല്ലോ. അതെ, ഇനിയിപ്പോ എന്നാ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ, അകത്ത് ചെന്ന് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും നീ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ സാർ. മണ്ടൻ, മരമണ്ടൻ. അതെങ്ങനെയാ? ഇവനെയൊക്കെ അസിസ്റ്റന്റ് ആക്കിയ ഞാനാണ് ശരിക്കുള്ളൊരു മണ്ടൻ. എന്താ നീ കണ്ടുപിടിച്ചത്? സാർ ഇന്നലെ കഴിച്ചിട്ട് മറന്നു വെച്ച പുള്ളിന്റെ പകുതിയില്ലേ, അത് ഞാൻ കണ്ടുപിടിച്ച്. അയ്യോ, അത് നീ കണ്ടുപിടിച്ചല്ലേ? ഞാൻ ആരാ മോൻ? യുറേക്ക. അങ്ങനെയല്ല, യൂറോപ്പ് എന്നാ. ആരാ മനസ്സിലായില്ല? ഹലോ, ഞാൻ മകല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാരനല്ലേ, ന്യൂസിലാൻഡിന്റെ. നല്ല കിടിലൻ ബാറ്റിംഗ് ആകട്ടോ. അത് മാക്കല്ലം, ഇത് മാകല്ലൻ. ഓ, ഭൂമി ഉണ്ടയാണെന്ന് കണ്ടുപിടിച്ച ആളല്ലേ? അതേ മാകല്ലൻ. നിങ്ങൾ തിരയുന്നത് യൂറോപ്പ് അല്ലേ? ഇതാണ് യൂറോപ്പ്. ഓ, അപാരം. സാർ എങ്ങനെയാണ് ഈ ഭൂമി ഉരുണ്ടാണെന്ന് കണ്ടുപിടിച്ചത്? അതൊരു കഥയാണ്. എനിക്ക് ഉറക്കത്തിൽ കിടന്നു മുള്ളുന്ന സ്വഭാവമുണ്ട്. അത് മാറുവാനായി ഞാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സൈന്യപ്രദർശനം ചെയ്യുമ്പോ അല്ലല്ല, ചൊക്കോസ്ലോവാക്യയില് ശാസ്ത്ര പരീക്ഷണം നടത്തുമ്പോ പെട്ടെന്നൊരു തലകറക്കം. അപ്പൊ തന്നെ ഞാൻ കണ്ടുപിടിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന്. അടിപൊളി. സാർ എത്ര ദിനരാത്രങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി ചുറ്റി സഞ്ചരിച്ചത്? സിമ്പിൾ, നിസ്സാര സമയം കൊണ്ട്. ഓ മൈ ഗോഡ്, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ഭൂമി ചുറ്റിക്കറങ്ങാൻ നിസ്സാര സമയം മതിയെന്നോ? ഐ കാന്റ് ബിലീവ് ഇറ്റ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ചോ. ആദ്യം ഈ ഭൂമി ഇങ്ങനെ വെക്കുക, എന്നിട്ട് നിസ്സാര സമയം കൊണ്ട് ഇങ്ങനെ കറങ്ങി വരാം. കണ്ടോ, ഇതുപോലെ. അല്ല, എനിക്ക് മുമ്പ് ഇങ്ങോട്ട് വന്ന മിസ്റ്റർ ഐസക് ന്യൂട്ടൺ ഇവിടെ എത്തിയില്ലേ? ഇല്ല, വന്നില്ല. സാറേ, ചിലപ്പോ ആ ഐസക് ന്യൂട്ടൺ സാറായിരിക്കും നമ്മുടെ ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത്. കഷ്ടം. ഒരു തവണ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. ഇനിയിപ്പോ അടുത്ത ആപ്പിൾ തലയിൽ വീണ് എന്ത് കണ്ടുപിടിക്കാനാണ്? ആരാ? മനസ്സിലായില്ല. ഹലോ, ആരാ? മനസ്സിലായില്ല. ഞാൻ ഐസക് ന്യൂട്ടൺ. ഇതെന്തു പറ്റി? ഇനി എന്ത് പറ്റാനാണ്? ഞാൻ ആദ്യം പോയിരുന്നത് ആപ്പിൾ മരത്തിന്റെ ചോട്ടിലാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആപ്പിളിന്റെ സീസൺ അല്ലെന്ന്. അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച് വരുത്താൻ ഞാൻ പ്ലാവിന്റെ ചോട്ടിൽ പോയിരുന്നു. എന്നിട്ട് താങ്കൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? പിടികിട്ടി. കൂഴച്ചക്കയ്ക്ക് നല്ല മധുരാന്ന് പിടികിട്ടി. ഇങ്ങനെ തന്നെ ഇതിനെ കിച്ചണിലേക്ക് കൊണ്ടുപോയിക്കോ. നാളെ നല്ല ചക്കയട ഉണ്ടാക്കാം. സാറേ, ഇനിയിപ്പോ ആരാണോ അടുത്തത്?
മിസ്റ്റർ മക്രോണി. മക്രോണി അല്ല, മാർക്കോണി. മിസ്റ്റർ മാർക്കാനാണി, താങ്കൾക്ക് എങ്ങനെയാണ് ഈ റേഡിയോ കണ്ടുപിടിക്കാൻ തോന്നിയ വികാരം? കാരണം ഞാനൊരു വികാര ജീവിയാണ്. അങ്ങനെ ഇരിക്കേ ഇങ്ങനെ ഇരിക്കേ ഒരു ദിവസം എനിക്ക് മഹാകവി ബാബു ആന്റണിയുടെ കവിത കേൾക്കണമെന്നൊരു കൊതി. കഷ്ടം. അങ്ങനെ ഞാനത് ചെയ്തു. ലോകോത്തര പാട്ടുകാരനായ ശ്രീ കീരിക്കാടൻ ജോസിനെ മനസ്സിൽ ധ്യാനിച്ച് ദുർബല രാഗത്തിൽ ഒരു കീർത്തനം പാടി. പാടിത്തീരും മുമ്പേ തൊഴുകൈകളോടെ അദ്ദേഹം പറഞ്ഞു, സബരോം കെ സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ഹേ. എന്ന് വെച്ചാൽ സാരമായ രോഗമൊന്നുമില്ല, ഇപ്പൊ ചികിത്സിച്ചാൽ നിന്റെ പ്രാന്ത് മാറുന്നു. എന്നിട്ട് അവസാനം ഗുരുവിന്റെ അടുപ്പിൽ ഒരു കലം വെള്ളം കോരി ഒഴിച്ചിട്ട് യാത്ര തുടർന്നു. ഇന്നും നിലയ്ക്കാത്ത യാത്ര. ആകാശവാണി, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. സാർ അവിടെ പോയിരുന്നാട്ടെ. സഹദ്, മുറി, നാഴി, ഐറ്റി, ഔറേങ്ക്. പണം 1. ആരാ? ഞാൻ രാമാനുജൻ. ലക്ഷ്മണന്റെ? ആരുമല്ല, ഗണിത ശാസ്ത്രജ്ഞൻ രാമാനുജൻ. താങ്കൾ കണ്ടുപിടിച്ചത്? അറിയില്ലേ, പട്ടിക. താങ്കളാണോ വിദ്വാൻ? എന്റെ പൊന്നളിയെ, ഈ വീടിന്റെ അടുക്കളയിലെ പട്ടിക പോയിട്ട് ഇന്നേക്ക് 1.5 മാസമായി. അതൊന്നും മാറ്റിത്തരുവോ? നോൺസെൻസ്. അത് വീടിന്റെ പട്ടിക, ഇത് കണക്കിലെ പട്ടിക. കണ്ടില്ലേ, ഇത് 2ന്റെ പട്ടിക, ഇത് 4ന്റെ പട്ടിക, ഇത് 8ന്റെ പട്ടിക. അപ്പോ കഴുക്കോൽ കണ്ടുപിടിച്ചതാരാ? ഒരൊറ്റ കിഴക്ക് ഞാൻ വെച്ചുതരും. അത് കഴുക്കോൽ, ഇത് മുഴക്കോൽ. ഈ മുഴക്കോൽ എന്നെ വഴക്ക് കേൾപ്പിക്കും. കേട്ടിട്ടില്ലേ? ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിലാ. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള ഡയലോഗാണല്ലോ. ഞാനും കേട്ട് കാണും, അതുറപ്പാ. കാരണം സൂപ്പർ ഹിറ്റ് സിനിമയല്ലേ സ്ഫടികം. മറക്കാൻ പറ്റോ? ആടുതോമയുടെ അപ്പൻ ചാക്കോ മാഷ് കേട്ടിട്ടുണ്ടോ? പിന്നെ ശബ്ദം കേട്ടാൽ മതി, അടുപ്പത്തിരിക്കുന്ന വെങ്കലം പോലും വിറയ്ക്കും. കറക്റ്റ്. എന്റെ ഒരേ ഒരു ശിഷ്യൻ പാവം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ എന്റെ ശിഷ്യ, എന്റെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റിച്ചത് അവൾ ഒരുത്തിയാ. അതാരാ? ടിനി ടോമി. അവൾ ഇപ്പോഴും 1 3 എന്നല്ലേ പറയുന്നത്. എനിക്കൊരു മൈക്കും സ്റ്റാൻഡും വേണം. എടോ അസിസ്റ്റന്റ്, നോക്കി വെച്ച് കൊടുക്കണ ഒരു മൈക്കും സ്റ്റാൻഡും. ശരി സാർ. ഹലോ ഹലോ ഹലോ, ചെക്ക് മൈക്ക്, ചെക്ക് മൈക്ക്, ചെക്ക്. എക്കോ ഇടാവോ? എക്കോ. പണ്ട് ഭൂമി കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നു. അതിനുശേഷം അതിൽ ജീവനുണ്ടായി. അതിനുശേഷം മനുഷ്യൻ ഉത്ഭവിച്ചു. അല്ല, ഇതാരാ ഇത്? ആവോ, ആർക്കറിയാം. കലോത്സവത്തിന് പങ്കെടുക്കാൻ വന്നാന്ന് തോന്നുന്നു. വേദി മാറിപ്പോയതാ സാറേ. ഇതാരാണെന്ന് ഞാൻ പറയാം. ഇതാണ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച ഒരേ ഒരു ഡാർവിൻ. അദ്ദേഹത്തിന് എന്ത് പറ്റി? എന്ത് പറ്റാനാ? പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച ശേഷം വേറെ പണിയൊന്നും കിട്ടാതെ വന്നപ്പോ റേഷനറി വാങ്ങാനായി മിമിക്രി ഇറങ്ങിയതാ. പാവം, കാലം മാറിയത് അറിഞ്ഞില്ല. അതെ, ഡാർവിൻ അറിഞ്ഞില്ലേ? ഇപ്പൊ മിമിക്രി കാട്ടണമെങ്കിൽ മായിൽ അംഗത്വം വേണം, ഇല്ലെങ്കിൽ പെൻഷൻ കിട്ടാതെ ടെൻഷൻ അടിച്ച് ചത്തുപോകും. സത്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? താൻ പോയി സിദ്ദിഖ് സാറിനെ കണ്ടാ മതി. താൻ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടും. അതെന്താ? അവരല്ലേ പുതിയ പുതിയ കോമഡികൾ കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ. വേഗം ചെല്ല. അല്ല, താങ്കളാരാ? ഞാൻ തോമസ് ആൽവ എഡിസൺ. എന്നിട്ട് ബാക്കി 2 പേരും എവിടെ പോയി? എന്റെ ഒരാളുടെ പേരാണ് ഇത്, തോമസ് ആൽവ എഡിസൺ. നിങ്ങൾ എളുപ്പത്തിന് എഡിസൺ എന്ന് വിളിച്ചോ. അപ്പൊ താങ്കളുടെ സംഭാവന? സോറി, ഇപ്പൊ എന്റെ 10ന്റെ പൈസ ഇല്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം സംഭാവന. അല്ല, താങ്കളല്ലേ ഈ ബൾബ് കണ്ടുപിടിച്ചത്? അത് ഞാൻ ബൾബ് കണ്ടുപിടിച്ചു നേരാ. പക്ഷേ എന്താ ഒരു പക്ഷേ? അത് കത്തിക്കാൻ എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. അതെന്നാ പറ്റി? കാരണം എനിക്ക് ആധാർ കാർഡ് ഇല്ലാന്ന്. ഇപ്പൊ എന്തിനാ ഇതിന് ആധാർ കാർഡ് വേണ്ടേ? എന്നാലും എനിക്ക് എന്റെ ബൾബിന്റെ ഉപയോഗം എന്താന്ന് പറയുന്ന ഒരു മോഹം. അതിനെന്താ പ്രശ്നം? ഞാൻ കാട്ടിത്തരാം. ഇത് കണ്ടോ?
കർത്താവേ, ഇതായിരുന്നു അതിന്റെ ഗുണം. അങ്ങനെ ലോകത്തിനായി, ലോക ജനതയ്ക്കായി ഒരു പിടി സംഭാവനകൾ നൽകിയ മഹാന്മാരെ നിങ്ങളെ വിളിച്ചു വരുത്താൻ കാരണം നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി പുതിയതായി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണം. അതിനായി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒന്ന് സഹായിക്കണം. ഏതോ ഒരു പുതിയ ശാസ്ത്രജ്ഞൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാരാണ് ആ ശാസ്ത്രജ്ഞൻ? ആർക്കറിയാം. അപ്പൊ പിന്നെ ആരായിരിക്കും? നമസ്കാരം. ആരൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിലും ഞങ്ങള് 5 വർഷം തികച്ചു ഭരിക്കും, അത് ഉറപ്പാണ്. സാർ ഏത് ശാസ്ത്രജ്ഞനാ? ഞാൻ ശാസ്ത്രജ്ഞനല്ല, പക്ഷേ നല്ലൊരു ഭരണം നടത്താനുള്ള ശാസ്ത്ര പരീക്ഷണത്തിലാണ്. അപ്പൊ സാറ്? ഞാനാണ് കേരള മുഖ്യമന്ത്രി. പക്ഷെ മുടി കണ്ടാൽ ഒരു ശാസ്ത്രജ്ഞനാണെന്നേ പറയൂ. ഇതെന്റെ പുതിയ സ്റ്റൈലാണ്. ഇപ്പോ ന്യൂ ജനറേഷൻ കാലമല്ലേ, അതുകൊണ്ട് ഞാൻ ന്യൂ ജനറേഷൻ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. ഞാൻ വന്നത് ഒരു സങ്കടം ബോധിപ്പിക്കാനാണ്. എന്താണ് സാറിന്റെ സങ്കടം? കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടാണ്. വെളിച്ചം കിട്ടുന്ന ഒരു മെഷീൻ എനിക്ക് കണ്ടുപിടിച്ചു തരണം, എന്റെ ഒരു അപേക്ഷയാണ്. ലോകത്തൊരു കോണിലും പവർ കട്ട് ഉണ്ടാകാത്ത ഒരു മെഷീൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്കായി സംഭാവന നൽകാം. ആ മെഷീനിൽ ഇരിക്കുന്ന പെട്ടിങ്ങോട് കൊണ്ടുവരൂ. ഈ പെട്ടിക്കകത്താണ് അത്ഭുത മെഷീൻ ഇരിക്കുന്നത്. അത് തുറന്നു നോക്കൂ. ആ പെട്ടി തുറക്കരുത്. ഒരു വർഷം കഴിഞ്ഞ് തുറന്നാൽ മതി. അത് പോരാ, നമ്മുടെ ഭരണകാലത്ത് തന്നെ അത് തുറക്കണം. പറ്റില്ല. പറ്റണം. നിർത്ത്. നിങ്ങൾക്ക് ഈ നാട്ടുകാരെ പറ്റിച്ച് മതിയായില്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പവർ കട്ടിന് വേണ്ടി ഞാൻ ഈ മെഷീൻ തുറക്കുന്നു. ഇവളാണ് സൂര്യനിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ ഹരിത നായർ. പടയെ പേടിച്ച് പന്തൽ തീർന്നപ്പോ പന്തം കൊളുത്തി പട വന്നല്ലോ മുഖ്യ. പവർ കട്ടും മാറ്റണ്ട, സോളാറും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനം മാത്രം മതിയേ. വിട്ടോടാ. മാഞ്ചാരോ മലക്കണി മാഞ്ചാരോ കണ്ണക്കൂണി മാഞ്ചാരോ യാരോ യാരോ. താങ്ക് യു.